എത്ര രൂപയുടെ ഉടുപ്പ് ഇതിങ്ങനെ വലിച്ചു കീറുന്നത്, ഇതിങ്ങനെ വലിച്ചു കീറി കളയാൻ നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലേന്നായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊരു നമുക്ക് കസ്റ്റമർ കൊണ്ടുവന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ, നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഈ ഡ്രസ്സ് 10 വർഷം പഴക്കമുള്ള ഒരു ഡ്രസ്സാണ്. അപ്പം ഇത് ആളുടെ അലമാരിയിൽ കുറേ വർഷങ്ങളായിട്ട് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ആളുടെ കല്യാണ സമയത്തുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇതൊന്ന് കൺവേർട്ട് ചെയ്ത് ആൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കി തരാമോ എന്ന് ചോദിച്ചു. കാര്യം അന്ന് ഒരുപാട് വില കൊടുത്തെടുത്താണ്, പിന്നീട് ഒരിക്കലും അത് യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഒരു ട്രസ്റ്റ് തോന്നിയിട്ട് നമ്മളുടെ അടുത്തോട്ട് വന്നതാണ്. അപ്പോൾ അതാ ഈ ഡ്രസ്സ് ഞാനിങ്ങനെ, അതിൻ്റെ സ്കേർട്ട് മൊത്തം ഹെവിയാണെന്ന് മാത്രമല്ല അതൊരു പഴയ ഫാഷനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മൊത്തം ആ ഒരു പഴയ പാറ്റേൺ തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് മൊത്തത്തിൽ എടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ വീണ്ടും അതൊരു ഭയങ്കര തിളക്കമുള്ളൊരു ഡ്രസ്സായിട്ട് മാറും കേട്ടോ. നമുക്ക് അത്രയും തിളക്കം വേണ്ട. അതുകൊണ്ടൊന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ തുണി അങ്ങ് ആഡ് ചെയ്യാൻ ഞാൻ വിചാരിച്ചു. അങ്ങനെ കടയിലെത്തി നോക്കി. ഇപ്പം നമ്മുടെ ജോർജറ്റ് കുട്ടൻ ഇട്ടിരിക്കുന്നു. കുട്ടനെ ഇങ്ങ് അടുത്ത് ഏത് ദിവസവും ഞാൻ പാതിരാത്രിയാണ് ഇങ്ങോട്ട് വന്ന് കയറുന്നത്. അവരാണെങ്കിൽ പൂട്ടാറാവുന്ന സമയമാകും കേട്ടോ. അങ്ങനെ നമ്മുടെ ജോർജറ്റിനെയൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുവാണേ. അപ്പം നമുക്ക് മാക്സിമം അതൊന്ന് മിനിമൈസ് ചെയ്യണം. ആ ഒരു ഭയങ്കര തിളക്കം, ആ ഒരു പഴയ ഓൾഡ് ലുക്കിൽ നിന്ന് അതിനെ ഒന്ന് നമുക്ക് ഇപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലോട്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ജോർജറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന സ്കേർട്ടിൻ്റെ ആഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് ആഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സ്കേർട്ടിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു. പിന്നെ മിച്ചം ഉണ്ടായിരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് ഞാനൊന്ന് മൊത്തത്തിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് പക്ഷേ എനിക്ക് എത്ര ഭംഗി തോന്നിയില്ല കേട്ടോ. അപ്പം ഞാൻ വീണ്ടും മാറ്റി അത് കഴിഞ്ഞിട്ട് ഈ ബോർഡർ മാത്രം എടുത്തിട്ട് ഒന്ന് വെച്ചാലോ എന്നുള്ള ആലോചനയിലാണ് ഇപ്പോൾ ഞാൻ കറൻ്റ് ഇരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ വലിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫുൾ ഡ്രസ്സ് എന്തായി എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം കാണാൻ. ബൈ ബൈ.